കാണിച്ചു കൊടുത്തതുപോലെ ഈസാ നബി അലൈഹിസ്സലാം ചെയ്ത കഴിവുകൾ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഒന്നും എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാത്തത്? പക്ഷെ പ്രവാചകന്റെ ജീവിതത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവർ അംഗീകരിക്കാത്തത് കൊണ്ടാണ്. ഇസ്രാഉം മിഅ്റാജും ഒക്കെ പ്രവാചകന്റെ ജീവിതത്തിൽ വലിയ ഒരു ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ ഇവരുടെ പല രഹസ്യങ്ങളും അത് റസൂലുള്ളാഹി വിളിച്ചു പറയുന്നു. ഇതുതന്നെ അതുകൊണ്ടാണ് ഖുർആൻ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് എന്നല്ല പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം ഇവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ തൊടുത്തു വിടുന്ന ആരോപണങ്ങൾ അത് എവിടുന്നാണ്? അവർ സ്വകാര്യമായി കൂടിയ ഒരു മീറ്റിങ്ങിലാണ്. അത് ആയത്തായിട്ട് ഇങ്ങനെ റസൂൽ എന്ത് ചെയ്യാണ്? ഓതിക്കൊടുക്കുകയാണ്. അപ്പൊ ഇതെല്ലാം തന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ വലിയ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. ഖുർആനാണ്, വഹയാണ്, ഈ ഖുർആനിക സന്ദേശങ്ങളാണ്. അത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. എന്നാൽ ഈ വാദം അവർ ഉന്നയിക്കുമ്പോൾ അതിനൊരു റദ്ദ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ ആമനത് ഖബ്ലഹും. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആയത്താണ്, ഒന്നർത്ഥം പറയാം. എന്താണ്? മാ ആമനത്, വിശ്വസിച്ചിട്ടില്ല, ഖബ്ലഹും, അവർക്ക് മുമ്പുണ്ടായിരുന്ന, മിൻ ഖറിയത്തിൻ, ഖറിയത്ത് നാട് അല്ലേ, അല്ലെങ്കിൽ രാജ്യം എന്നൊക്കെ അർത്ഥം പറയാം. ഒരു നാടും ഒരു രാജ്യവും അഹ്ലക്നാഹ, നാം അതിനെ നശിപ്പിച്ചിരിക്കുന്നു. അതായത് നാം മുമ്പ് നശിപ്പിച്ച ഒരു നാടും എന്ത് ചെയ്തിട്ടില്ല? പ്രവാചകന്മാർ ദൃഷ്ടാന്തങ്ങൾ പലതും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും ഒന്നും വിശ്വസിച്ചിട്ടില്ല. അഫഹും യുഅ്മിനൂൻ, അഫഹും എന്നിരിക്കെ ഇവരാണോ യുഅ്മിനൂൻ, വിശ്വസിക്കുന്നത്? ഇവരെ വർത്താനം കേട്ടാൽ തോന്നും എന്തെങ്കിലും ഒന്ന് ഇറക്കി കൊടുത്ത അപ്പ ഇവര് വിശ്വസിക്കുമെന്ന്. അതിന് അള്ളാഹ് ഇതിന് കൊടുക്കണം മറുപടി. അപ്പൊ ഇവര് ചോദിക്കുന്നതും പറയുന്നതും വിശ്വസിക്കാനൊന്നും അല്ല, അല്ലേ? ഒരു കളിയാക്കാൻ വേണ്ടിയാണ് പ്രവാചകനെ പലതും പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക, അതിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന ആളുകളായിരുന്നു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവര് നിഷേധിച്ച അല്ലെങ്കിൽ ഇവര് ആരോപിച്ച ആരോപണങ്ങളിൽ ഒന്നാമതായി നമ്മൾ പഠിച്ചെന്താണ്? അവര് പറഞ്ഞു, ഹൽ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. ഇതെല്ലാ പ്രവാചകന്മാരും കേട്ടതാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനെയാണോ നിങ്ങൾ അനുസരിക്കുന്നത്, പിന്തുടരുന്നത്? എന്തുകൊണ്ടൊരു മലക്ക് ഇറക്കപ്പെടുന്നില്ല എന്നൊക്കെ ഇവർ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോ എന്തുകൊണ്ട് മലക്ക് ഇറക്കപ്പെടുന്നില്ല എന്നുള്ളതിന് 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 95-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീന, ഭൂമിയിലുള്ളത് ശാന്തരായി നടന്നു പോകുന്ന മലക്കുകളായിരുന്നുവെങ്കിൽ ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂല, എന്ത് ചെയ്യും? ആകാശത്ത് നിന്ന് അവരിലേക്ക് ഒരു മലക്കിനെ തന്നെ ഞാൻ എന്ത് ചെയ്യും? ദൂതനായി നിയമിക്കും. പക്ഷെ ഭൂമി ലോകത്ത് ജീവിക്കുന്നവർ മലക്കുകളല്ല, മനുഷ്യരാണ്. അതുകൊണ്ട് അവരിലേക്ക് ദൂതന്മാരായി മനുഷ്യർ തന്നെയാണ് വരേണ്ടത് എന്ന് അല്ലാഹു അതിന് മറുപടി കൊടുത്തു. ഇനി മനുഷ്യരുടെ കൂട്ടത്തിൽ പുരുഷന്മാരെയാണ് അല്ലാഹു
പ്രവാചകന്മാരായി അയച്ചിട്ടുള്ളത്. അതാണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്. ആയത്ത് ശ്രദ്ധിക്കുക. വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. വമാ അർസൽനാ, അർസല അയച്ചു, അർസല അയച്ചു. അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി, അൻസല ഇറക്കി, അർസല അയച്ചു. മാ അർസൽന, ഞാൻ അയച്ചിട്ടില്ല, അയച്ചിട്ടില്ല. അർസല എന്ന് പറഞ്ഞാൽ ഞാൻ റസൂലാക്കി എന്നും അർത്ഥം പറയാം. എന്നാ റസൂല്, എന്താ റസൂൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ദൂതൻ എന്നാണ്. റിസാലത്ത്, റിസാലത്ത് കത്ത്, സന്ദേശം അല്ലേ, മെസ്സേജ്. നമ്മളെ ഫോണിലെ ആപ്പുകളൊക്കെ അറബിയിലേക്ക് മാറ്റുകയാണെങ്കിൽ മെസ്സേജ് അവിടെ എന്തായിരിക്കും? റിസാലത്തായിരിക്കും, മെസ്സേജ്. അപ്പോൾ ദൂത്, മെസ്സേജ് എത്തിക്കുന്നവൻ, അതാ റസൂല്. വമാ അർസൽന, ഞാൻ അയച്ചിട്ടില്ല, അല്ലെങ്കിൽ നാം അയച്ചിട്ടില്ല, ഖബ്ലക, താങ്കൾക്ക് മുമ്പ്, ഇല്ലാ റിജാലൻ, റിജാല് പുരുഷന്മാര്, റിജാല് പുരുഷന്മാര്. ഒരു പുരുഷൻ എന്താ പറയാ? റിജ്ലുൻ എന്നല്ലേ? റജ്ജുലുൻ എന്നാണ് അല്ലേ? റിജ്ൽ എന്ന് പറഞ്ഞാലോ? റിജ്ല് കാലാണ്. ശരിക്കും റിജാലുൻ എന്നുള്ളത് അല്ലേ റിജ്ൽ എന്നാണോ എന്നൊക്കെ ആ വാക്കിന്റെ ഘടന നോക്കുമ്പോൾ തോന്നിപ്പോകും. പക്ഷെ റജുലുൻ എന്നാണ് ഒരു പുരുഷന് പറയുന്നത്. റിജ്ലുൻ എന്ന് പറഞ്ഞ കാലാണ്. റിജ്ലുൻ എന്നുള്ളതിന്റെ ബഹുവചനം അർജുലുൻ എന്നാണ്. അർജുലുൻ, റിജ്ല്, അർജുലുൻ, റജുലുൻ, റിജാലുൻ. റഹാലോ? സ്റ്റാൻഡോ? ഖുറാൻ വെക്കണേ? റൈഹാൽ, ഇല്ല. സ്റ്റാൻഡിനല്ലേ റൈഹാൻ? നിങ്ങൾ എപ്പോഴാണ് ഇവർ പറയലുള്ളത്? എന്ത് ചെയ്യുമ്പോഴാണ് പറയാം? ദേശം വിളിക്കുമ്പോഴോ? അതെ, അതാണ്. പിന്നെ നോക്കിയോക്കാം, നമുക്ക് ഞാൻ ദേഷ്യം പിടിപ്പിച്ചോക്കാം, എന്നിട്ട് എന്താ പറയണോക്കല്ലോ. റിജാലുൻ പുരുഷന്മാര്, മനുഷ്യൻ എന്ന അർത്ഥത്തിലും മൊത്തത്തിൽ പറയും. ഇപ്പോ റിജാലുൻ എന്താണ്? ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ഒരു വിഭാഗം വിശ്വാസികളെ കുറിച്ച് പറയുന്നിടത്ത് അവര് ഭൗതികമായ ജീവിതത്തിലെ ക്രയവിക്രയമോ മറ്റുള്ള യാതൊരു ഇടപാടുകളും, അവർക്ക് ദിക്റുള്ളയിൽ നിന്ന്, ഇഖാമസ്സല നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന്, സക്കാത്ത് കൊടുക്കുന്നതിനൊന്നും തടയുന്നില്ല. അവിടെ മനുഷ്യർ എന്ന അർത്ഥത്തിലും പ്രയോഗിക്കുന്നുണ്ട്. മൊത്തത്തിൽ ആണും പെണ്ണും ഉൾക്കൊള്ളുന്ന ഒന്നായി റിജാലുൻ എന്നും പ്രയോഗിച്ചതായി കാണുവാൻ സാധിക്കും. അപ്പം അതെന്താ വെച്ചാൽ, പിന്നെ ചിലയിടത്ത് റിജാലുൻ നിസാഉൻ ഒരുമിച്ച് പറയും, അവിടെ ആണും പെണ്ണും എന്നർത്ഥത്തിലാണ്. ഇപ്പോൾ ഈ മിസ്കീനും അതുപോലെ ഫക്കീറും, അവിടെ രണ്ടും ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മിസ്കീനും ഫക്കീറും വേറെ വേറെ അർത്ഥം തന്നെ. പക്ഷെ ഏതെങ്കിലും ഒന്നാണ് പ്രയോഗിച്ചതെങ്കിൽ അതിൽ രണ്ടും ഉൾപ്പെടും എന്നാണ്
പൊതുവെ മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത്. മിസ്കീൻ എന്ന് മാത്രം പ്രയോഗിച്ച സ്ഥലമാണെങ്കിൽ അവിടെ എന്തും ഫക്കീറും അതിൽ ഉൾപ്പെടും എന്നാണ്. അതേപോലെ ഈ റിജാലുൻ എന്ന് ഒരുപക്ഷെ പ്രത്യേകമായ ചില സന്ദർഭങ്ങൾ അത് മാത്രം പറയുന്നിടത്ത് ആണും പെണ്ണുമൊക്കെ അതിൽ വന്നു ചേരും എന്നുള്ളതാണ്. എന്നാൽ ചില സ്ഥലങ്ങൾ റിജാലുൻ വനിസാഉം എന്ന് ഒരുമിച്ച് പറഞ്ഞിട്ടും ഉണ്ടായിരിക്കും. പുരുഷന്മാരെയല്ലാതെ ഞാൻ അയച്ചിട്ടില്ല. എങ്ങനെ? നൂഹി ഇലൈഹിം. നൂഹി, ഔഹ, യൂഹി എന്നൊക്കെ പറഞ്ഞാൽ വഹയ് നൽകി എന്നാണ്. വഹയ് നൽകി, ബോധനം നൽകി. ഇലൈഹിം അവരിലേക്ക്, ഇലൈഹിം അവരിലേക്ക്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നത്, പ്രവാചകരെ, പുരുഷന്മാരെയല്ലാതെ താങ്കൾക്ക് മുമ്പ് നാം വഹയുമായി നൽകിയിട്ടില്ല. അഥവാ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ എല്ലാവരും മനുഷ്യരായിരുന്നു എന്ന് മാത്രമല്ല പുരുഷന്മാരായിരുന്നു. പ്രവാചകന്മാരായി വന്നവരെല്ലാം പുരുഷന്മാരായിരുന്നു. ഇതേ ആയത്ത് വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായത്തിന്റെ 43-ാമത്തെ ആയത്തും ഇതേ ആശയമാണ്. 16-ാം അധ്യായം 43-ാമത്തെ ആയത്ത്, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. സൂറത്തുൻ നഹലിന്റെ 43-ാമത്തെ ആയത്തും ഇതേ രൂപത്തിലാണ് വരുന്നത്. അവിടെ അധികമായി വന്നത് ഒരു മിൻ എന്ന് മാത്രമാണ്. മിൻ ഖബ്ലിക എന്നുണ്ട്, ഇവിടെ മിൻ എന്നില്ല. അതുകൊണ്ടാണ് ഖബ്ലക, ഖബ്ലക എന്ന് വന്നാലും താങ്കൾക്ക് മുമ്പ്. മിൻ എന്ന് വരുമ്പോൾ താങ്കൾക്ക് മുമ്പ് ഒരാളെയും എന്ത് ചെയ്തിട്ടില്ല, പുരുഷന്മാരല്ലാതെ പ്രവാചകന്മാരായി വന്നിട്ടില്ല. ഇപ്പൊ വഹയ് നൽകി എന്ന് പറയുന്ന കുറെ സ്ത്രീകളെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലെ? ഇപ്പൊ മൂസാ നബി അലൈഹിസ്സലാമയുടെ മാതാവിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഔഹൈനാ ഇലാ ഉമ്മി മൂസാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ പേര് ഹദീസിൽ കാണാം. എന്താ? മൂസാ ഇബ്നു, നമ്മൾ ഇത് പഠിച്ചതാണ്, ത്വാഹ ചരിത്രം പഠിച്ചപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞ മൂസാ ഇബ്നു ഇമ്രാൻ. മൂസാ ഇബ്നു ഇമ്രാൻ, അത് മറിയം ബീവിന്റെ എന്തല്ല, ആ ഇമ്രാൻ അല്ല, ഇത് വേറെ തന്നെ ഒരു ഇമ്രാനാണ് മുസബിന്. പക്ഷെ ഉമ്മാനെ കുറിച്ച് പറയുന്നത് ഉമ്മി മൂസ, ഉമ്മു മൂസ എന്ന് മാത്രമാണ് ഹദീസിന് വന്നിട്ടുള്ള. അങ്ങനെ ഉമ്മു മൂസ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹ് പറയുന്നുണ്ട് വഹ്യ് നൽകി. 28-ാം അധ്യായം സൂറത്തുൽ ഖസസിന്റെ 7-ാമത്തെ വചനമാണ്, സൂറത്തുൽ ഖസസ്. അപ്പൊ ആ വഹ്യ് എന്ന് പറയുന്നത് ഒരു തോന്നല്, അല്ലേ? ഇപ്പോ സക്കരിയ നബി അലൈഹിസ്സലാമ മിഅ്റാബിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സംസാരിക്കാൻ കഴിയാത്ത സമയത്ത് ആളുകൾക്ക് ഉപദേശം നൽകിയല്ലോ. സംസാരിക്കാൻ കഴിയാത്ത സമയത്തും ഫഖറജ അലാ ഖൗമിഹി മിനൽ മിഹ്റാബി ഫഔഹാ ഇലൈഹിം. ഈ വഹ്യ് എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ സക്കരിയ നബി അലൈഹി സ്വലാമ സംസാരിക്കാൻ കഴിയാത്ത സമയത്ത് ഫഔഹാ ഇലൈഹിം, ആളുകൾക്ക് എന്ത് ചെയ്തു? ഒരു ഇശാറത്ത് നൽകി എന്നാണ്, ആംഗ്യം കാണിച്ചു കൊടുത്തു എന്നാണ്. എന്ത്? അൻസബ്ബിഹു ബുക്റതൻ വ അശിയ്യ, രാവിലെയും വൈകുന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? തസ്ബീഹ് ചെയ്യണം, തസ്ബീഹ് ചൊല്ലണം.
സംസാരിക്കാൻ കഴിയുന്നില്ല. ആ സമയത്തും എന്താണ് തൻ്റെ ബാധ്യത, തന്നാലാകുന്ന വിധത്തിൽ ദഅവത്ത് നടത്തണം എന്നതാണ്. തന്നാലാകുന്ന വിധത്തിൽ ദഅവത്ത് നടത്തണമെന്ന വലിയ ഒരു സന്ദേശം അതിലൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു പുരുഷന്മാരെയാണ് പ്രവാചകന്മാരായി നിയമിച്ചിട്ടുള്ളത്. മറിയം ബീവിക്കും വഹയി നൽകി എന്ന് പറയുന്നുണ്ട്. അതൊന്നും ഈ നിലക്കുള്ള കാര്യങ്ങളല്ല. വഹയി നൽകി പ്രവാചകന്മാരായി അള്ളാഹു ഏതൊരു സമൂഹത്തിലേക്കും അയച്ചിട്ടുള്ളത് പുരുഷന്മാരെയാണ് അയച്ചിട്ടുള്ളത്. ഒരു സ്ത്രീയെയും അള്ളാഹു പ്രവാചകന്മാരായി അയച്ചിട്ടില്ല. അത് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ ഒരു പുരുഷന്മാരെ കുറിച്ചും സ്ത്രീകളെ കുറിച്ചുമൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ സാധാരണ യുക്തിവാദികളായ ആളുകളൊക്കെ ഇസ്ലാമിനെ പരിഹസിക്കുന്ന കൂട്ടത്തിൽ ഒരു മേഖല ഇതാണ്. പള്ളിയിൽ ഇമാമ് നിൽക്കാൻ എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പറ്റൂല? ഖുത്ബ പറയാൻ എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പറ്റൂല? ഇങ്ങനെയൊക്കെ പല നിലക്കും പുരുഷന്മാർക്കാണ് വലിയ സ്വാധീനം എന്നൊക്കെ പറഞ്ഞ് ഇതിനെതിരെ പരിഹസിക്കുന്ന പലപ്പോഴും അത്തരം ആളുകൾ. ആ കൂട്ടത്തിലൊക്കെ ഇതൊക്കെ പരിഹസിക്കപ്പെടാറുണ്ട്. പ്രവാചകന്മാരായി വന്നവരൊക്കെ പുരുഷന്മാരാണ്, ഒരൊറ്റ പെണ്ണില്ല, അല്ലേ? അള്ളാഹ് അങ്ങനെ തന്നെ പറഞ്ഞു. എന്താ കാരണം? പെണ്ണിനെ സംബന്ധിച്ചും ആണിനെ സംബന്ധിച്ചും ഒക്കെ കൃത്യമായി പഠിക്കുമ്പോൾ കേവലം ശാരീരികമായ മാറ്റങ്ങൾ മാത്രമല്ല, മാനസികമായി തന്നെ ആണും പെണ്ണും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലൈസ ദക്കറു കൽ ഉൻസ, ആണ് പെണ്ണിനെ പോലെയല്ല, പെണ്ണ് ആണിനെ പോലെയുമല്ല. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ വരുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആ പ്രവാചകനാണ് ആ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ട ഒരാൾ. എല്ലാത്തിനും നേതൃത്വം കൊടുക്കേണ്ട ഒരാൾ ആ നാട്ടിൽ വന്ന പ്രവാചകനാണ്. അപ്പോ ദഅവാ രംഗത്ത് ഓടാനും ചാടാനും എല്ലാം സഹിക്കാനും എല്ലാം ത്യജിക്കാനും ഇതിനെല്ലാത്തിനും കഴിയുക എന്നുള്ളത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ചെറിയ എന്തെങ്കിലും നമുക്കറിയാം, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഇണകളുടെ അവസ്ഥ നമുക്കറിയാലോ. പെണ്ണുങ്ങളില്ലാത്തോളം ധൈര്യത്തോടെ പറയാം. എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വന്നാൽ തന്നെ അല്ലേ എന്താ സംഭവിക്കുക? ചെറിയ എന്തെങ്കിലും ഒരു വിഷമുണ്ടാക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതെ വന്നാൽ, മറന്നു പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതുമ്മ തുടങ്ങും. പിന്നെ 100 കൂട്ടം പ്രശ്നങ്ങൾ മുമ്പുണ്ടായതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ അലക്കും. സ്വാഭാവികമാണ്. ഇത് പെണ്ണിനെ സംബന്ധിച്ചോളം ആ പെണ്ണിന്റെ സൃഷ്ടിപ്പിൽ തന്നെ ഇത്തരം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കഴിയാത്ത പല വിഷയങ്ങളിലും പെണ്ണിന് കുറെ വീക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇത്തരത്തിലുള്ള മേഖലകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ടുള്ളത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് നിർബന്ധമുള്ള കാര്യമല്ല. അതിനൊക്കെ അള്ളാഹു ഇളവ് നൽകിയത് അവരെ ആദരിച്ചുകൊണ്ട് മാറ്റി നിർത്തിയതാണ്. ഒരു പെണ്ണിന് സാധ്യമല്ല, ആദരിച്ചിട്ട് മാറ്റി നിർത്തിയതാണ്, അല്ലേ? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത ഏതു തീരുമാനങ്ങളിലും അത് കൃത്യമാണ്. കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് കൃത്യമായി അറിയുന്നത് റബ്ബിനാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, സ്ത്രീകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുരുഷന്മാരെയാണ് അള്ളാഹു ഏൽപ്പിച്ചത്. ഒരു കുടുംബത്തിൽ പെണ്ണ് ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നമുള്ള കുടുംബത്തെ നോക്കി
പെട്ടെന്ന് ഒരുപക്ഷെ പലർക്കും പറയാൻ സാധിക്കും, അവിടെ ഓള ഭരണ, ഓള ഭരണാണ് അവിടെ എന്ന് പറയും. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഒരു അഡ്ജസ്റ്റ്മെന്റിനൊന്നും ഒരു വിട്ടുവീഴ്ചയൊന്നും അവിടെ നടക്കൂല. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നടന്ന് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ എല്ലാത്തിന്റെയും ഒരു നേതൃത്വമുള്ള പുരുഷന്റെ കരങ്ങളിലാണ് കൊടുത്തത്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ആദം അലൈഹിസ്സലാമിനെ കുറിച്ചും ഹവ്വ ഉമ്മയെ കുറിച്ചും പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, രണ്ടുപേരും ഒരുമിച്ചാണ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ പഴം കഴിച്ചത്. രണ്ടുപേരും ഒരുമിച്ചാണ്. പക്ഷെ അള്ളാഹു അവിടെ കുറ്റപ്പെടുത്തി പറയുന്നത് ആരെക്കുറിച്ചാ? ആദം അലൈഹി ഇസ്ലാമിനെയാണ്. അല്ലേ? അള്ളാഹു പറഞ്ഞില്ലേ, ഫഅകലാ മിൻഹാ, രണ്ടുപേരും അതിൽ നിന്ന് കഴിച്ചു. ഫബദത് ലഹുമാ സൗആതുഹുമാ, രണ്ടുപേരുടെയും പിന്നെ ഗുഹ്യഭാഗങ്ങളൊക്കെ വെളിവാകുന്ന ഒരു സാഹചര്യം വന്നു. വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഇലകളൊക്കെ എടുത്തത് ശരീരത്തിൽ ഒട്ടിക്കാൻ തുടങ്ങി, കൂട്ടിച്ചേർത്തു. വഅസാ ആദമു റബ്ബഹു ഫഗവാ, ആദം റബ്ബിന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിച്ചു. ആദം അലൈഹിസ്സലാമിനെയാണ് അള്ളാഹ് എന്ത് ചെയ്തത്? അവിടെ എടുത്തു പറയുന്നത്. ആദം കൽപ്പനക്ക് എതിര് പ്രവർത്തിച്ചു. രണ്ടുപേരും ഒരുമിച്ചാണ് ആ ഭക്ഷണം കഴിച്ചത്. പക്ഷെ എല്ലാത്തിന്റെ ഒരു നേതൃത്വം ആർക്കാണ്? ഒരു പുരുഷന്റെ മേലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഒരു പെണ്ണിനെ പള്ളിയിലൊക്കെ ഇമാമാക്കി നിശ്ചയിച്ചാൽ ഒരു മാസത്തിൽ എത്ര ദിവസം ഇമാം ഉണ്ടാവും അവിടെ? പെണ്ണിൻ്റെതായ ശാരീരികമായ ബുദ്ധിമുട്ടുകളില്ലേ? അല്ലേ? പള്ളിയിലേക്ക് കയറാൻ പറ്റാത്ത സമയം, നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും സാധ്യമല്ല. അത് കണ്ടറിഞ്ഞുകൊണ്ട് റബ്ബ് അവരോട് കാണിച്ച സ്നേഹമാണത്. ആ ഉത്തരവാദിത്തങ്ങളൊന്നും അവരെ ഏൽപ്പിക്കാത്തത്. ഇതൊന്നും മനസ്സിലാക്കാതെ ചില സ്ത്രീകൾ തന്നെ എന്ത് ചെയ്യും? ഇത്തരത്തിൽ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന മുസ്ലിം സ്ത്രീകൾ തന്നെ ഇസ്ലാമിനെ ഈ നിലക്കൊക്കെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ നിയമങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവരെ ആദരിക്കുന്ന തരത്തിൽ തന്നെയാണ്. ഇപ്പോ നിസ്കരിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളിൽ അവർക്ക് നമസ്കാരം ഒഴിവാക്കുന്നു. ആ നമസ്കാരം അവർ മടക്കി നിർവഹിക്കുന്നില്ല. അല്ലേ? നിർബന്ധമായ ഇബാദത്തുകളിൽ അല്ലെങ്കിൽ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നമസ്കാരം. പക്ഷെ ആ നമസ്കാരം അവരെന്ത് ചെയ്യേണ്ടതില്ല? മടക്കി നിർവഹിക്കേണ്ടതില്ല. പക്ഷെ നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് മടക്കി അനുഷ്ഠിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ മടക്കി നിർവഹിക്കേണ്ടതില്ല. ഇങ്ങനെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടേതായ ശാരീരികമായ അവസ്ഥക്കനുസരിച്ചു കൊണ്ടുള്ള നിയമങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അത് ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടേണ്ട വിധത്തിലുള്ള ഒന്നല്ല. ഒരിക്കലും ഇസ്ലാം സ്ത്രീക്ക് പ്രാധാന്യം നൽകുന്നില്ല, വില കൽപ്പിക്കുന്നില്ല എന്നൊന്നും പറയാൻ ഇതൊന്നും ഒരു തെളിവല്ല. എന്നാൽ ഏതു മതങ്ങളും ഇസ്ലാം പെണ്ണിന് നൽകുന്ന സ്വാതന്ത്ര്യം പരിശോധിച്ചാൽ ഏറ്റവും നന്നായി പെണ്ണിനെ ആദരിച്ച ഒരു മതം അത് ഇസ്ലാം തന്നെയാണ്. അത് ഇസ്ലാം തന്നെയാണ്. തുടക്കം മുതൽ പരിശോധിച്ചാൽ ഒരു പെണ്ണിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം അവൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി രംഗത്ത് വരുന്നത്. അല്ലെ? പെണ്ണാണ് കുഞ്ഞ് എന്നറിഞ്ഞാൽ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന രണ്ട് ഓപ്ഷനാണ്. ഒന്നുകിൽ എന്ത് ചെയ്യുക? അപമാനം സഹിച്ച് ഇവരെ വളർത്തുക, പുറത്തൊക്കെ ഒന്നും ഇറങ്ങാതെ വളർത്തുക. പക്ഷെ അതിനാരും നിൽക്കൂല. രണ്ടാമത്തെ ഓപ്ഷൻ ജീവനോടെ കുഴിച്ചു മൂടുക എന്നതായിരുന്നു. ജീവനോടെ കുഴിച്ചു മൂടുക. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി, പെണ്ണാണ് എന്ന സന്തോഷ വാർത്ത അവർക്ക് അറിയിക്കപ്പെട്ടാൽ അതൊരു സന്തോഷ വാർത്തയായിട്ടാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. പെണ്ണാണെന്നറിഞ്ഞാൽ ജാഹിലിയത്താണ്, മുഖം കറുക്കൽ.
ഇന്നും ആ ഒരു ജാഹിലിയത്ത് നമുക്കിടയിലൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കുട്ടി പെണ്ണെ വലിയ കുഴപ്പമില്ല, രണ്ടും സഹിക്ക. പിന്നെ 3, 4, 5 ഒക്കെ പെണ്ണായി കഴിഞ്ഞാൽ പലർക്കും അതൊരു പ്രയാസമാകുന്നു, അപമാനമാകുന്നു. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിൽ നിന്നുള്ള വഹയിലൂടെ പറഞ്ഞു, നിങ്ങൾക്ക് ലഭിച്ച പെൺമക്കളെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി വളർത്തി വലുതാക്കിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു ഇബാദത്തായിട്ടാണ് ആ മക്കളെ നോക്കി വളർത്തൽ പഠിപ്പിച്ചത്. പ്രത്യേകം പറഞ്ഞു ഹദീസിലൂടെ, പെണ്ണിനെ നോക്കി വളർത്തിയാൽ സ്വർഗമുണ്ട് എന്ന്. അല്ലേ? ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നു. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ 114 സൂറകളിൽ ഒരു സൂറത്തിന്റെ പേര് അന്നിസാ എന്ന പെണ്ണുങ്ങളാണ്. റിജാലി എന്നൊരു സൂറത്ത് ഖുർആനില്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വേണ്ട നിലക്കുള്ള പരിഗണനയും ശ്രദ്ധയും ഒക്കെ നൽകി അവളെ ആദരിച്ച ഒരു മതം അത് ഇസ്ലാം എന്ന മതം മാത്രമാണ് എന്നാണ് പ്രമാണങ്ങൾ വായിച്ചാലും പഠിച്ചാലും ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന നിയമം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണിനെ പ്രവാചകയായി നിയമിക്കാത്തതിന്റെ പിന്നിലൊക്കെ അത് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാവരും പുരുഷന്മാരായിരുന്നു. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിന്റെ 109-ാമത്തെ ആയത്തിലും അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറാ. വിവിധ രാജ്യക്കാരിൽ നിന്ന് സന്ദേശം നൽകിക്കൊണ്ടിരുന്ന ചില പുരുഷന്മാരെ തന്നെയാണ് നിനക്ക് മുമ്പും നാം ദൂതന്മാരായി നിയമിച്ചിട്ടുള്ളത്. അപ്പൊ പുരുഷന്മാരാണ് ലോകത്തിലേക്ക് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും. മനുഷ്യരാണ് എന്ന് മാത്രമല്ല പുരുഷന്മാരാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫസ്അലൂ അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഫസ്അലൂ, അതിനാൽ നിങ്ങൾ ചോദിച്ചു നോക്കുക. നിങ്ങൾ ചോദിച്ചു നോക്കുക. അഹ്ലദ്ദിക്രി, ഇവിടെ അദ്ദിക്ർ എന്ന് പറയുന്നത് രണ്ട് അഭിപ്രായങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഒന്ന് അഹ്ലുൽ കിതാബ്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദക്കാരായ ആളുകൾ. അവരോട് നിങ്ങൾ ചോദിക്കുക. ഇൻ കുൻതും, നിങ്ങളാണ് എങ്കിൽ, ലാ തഅലമൂൻ, അറിയാത്തവരാണെങ്കിൽ. ലാ തഅലമൂൻ, നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾ എന്ത് ചെയ്യുക? അഹ്ലുൽ കിതാബിനോട് ചോദിക്കുക. ഇതാണ് ഒരു വ്യാഖ്യാനം. അതായത് ഈ മുശ്രിക്കുകളായ ആളുകള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇതൊക്കെ പറഞ്ഞിങ്ങനെ ആക്ഷേപിക്കുമ്പോ വേദം പഠിച്ച, തൗറാത്തും ഇഞ്ചീലും ഒക്കെ പഠിച്ച ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ആ കിതാബിലുണ്ട് ഇത്തരം പരാമർശങ്ങൾ. കാരണം ഇവര് പലതും പ്രവാചകനു നേരെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ മുശ്രിക്കുകളായ പലരും ഈ വേദക്കാരായ ആളുകളെ ചെന്ന് സമീപിക്കാറുണ്ടായിരുന്നു. ഇപ്പോ സൂറത്തുൽ കഹ്ഫൊക്കെ ഇറങ്ങിയതിന്റെ പിന്നിൽ അല്ലെ ഇത്തരം ചോദ്യങ്ങളാണ്. അതായത് മുശ്രിക്കുകൾ മദീനയിൽ ചെന്ന് ജൂതന്മാരെ കണ്ട് അവരിൽ നിന്ന് ചില ചോദ്യങ്ങള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കാൻ പഠിച്ചു വന്നിട്ടാണ് അവര് ചോദിക്കുന്നത്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച്, ദുൽഖർനൈനെ കുറിച്ച് പ്രവാചകരോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പറയാം എന്ന് പറഞ്ഞു. കാരണം അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞൊപ്പിച്ചിട്ട് കാര്യമില്ല. വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ പറ്റൂല. പക്ഷെ നാളെ പറയാം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. ആ കാരണം കൊണ്ട്
ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെ വഹി ഇറങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോഴേക്ക് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ആഘോഷം തുടങ്ങി. മുഹമ്മദിനൊന്നും അറിയില്ല, മുഹമ്മദ് നബിയല്ല, റസൂലല്ല എന്നൊക്കെ പറഞ്ഞു. അവർക്ക് അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോ? അഹ്ലുൽ ദിക്റിനോട്, അഹ്ലുൽ കിതാബിനോട് ചോദിച്ചു നോക്ക്. നിങ്ങൾക്ക് ഇത് വല്ല സംശയമുണ്ടെങ്കിൽ, അറിവില്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ അവരോട് പോയി ചോദിച്ചു നോക്ക് എന്നാണ് അല്ലാഹ് ഒന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്നുള്ളത് നമ്മിലേക്കും വരുന്ന ഒന്നാണ്. അതായത് അഹ്ലു ദിക്ർ എന്നുള്ളത് അദ്ദിക്ർ കൊണ്ട് ഉദ്ദേശം ഖുർആനാണ് എന്നതാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു അദ്ദിക്ർ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഫഅയ്ന തദ്ഹബൂൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അഹ്ലുൽ ഖുർആൻ, ഇമാം അൽബാനി റഹിമഹുള്ളയൊക്കെ അഹ്ലുൽ ദിക്ർ എന്നുള്ളതിനെ അഹ്ലുൽ ഖുർആൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ എന്ത് ചെയ്യാ? ഖുർആനിന്റെ വക്താക്കളോട്, അതായത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ച് പഠിക്കണം എന്നതാണ്. ഇവരോരോന്ന് ഉന്നയിക്കുന്നുണ്ടല്ലോ. നമ്മുടെ മുന്നിലേക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരുപാട് വിമർശനങ്ങൾ, അത്തരം ആളുകളോടൊക്കെ പറയാനുള്ളതും ഇതാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അത് പറയാൻ. ഒരിക്കലും അറിവില്ലാതെ ഒരു കാര്യത്തിലും നിങ്ങൾ എന്ത് ചെയ്യരുത്? സംസാരിക്കാൻ നിൽക്കരുത് എന്നാണ്. ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയാത്തത് അറിയുന്നവരോട് ചോദിക്കണം എന്നാണ്. ചോദിച്ചു പഠിക്കണം. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം അൽ ഇഅ്തിസാം എന്ന കിതാബിലൂടെ അദ്ദേഹം പറഞ്ഞത് 4 കാരണങ്ങളാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഒന്ന്, അറിയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാത്തവർ, പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തവർ, അറിയാത്ത കാര്യങ്ങൾ പഠിക്കാത്തവർ, പഠിക്കുന്നയാളുകളെ തടയുന്നവർ. ഒക്കെ ഇസ്ലാം എന്ന് പുറത്തു പോകാനുള്ള മാർഗങ്ങളാണ്. ആയത്തിന്റെ ഹദീത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇത് കൽപ്പനയാണ്. ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അല്ലാഹ് പറഞ്ഞില്ലേ, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. 17-ാം അധ്യായം 36-ാമത്തെ വചനമാണ്. നിനക്കറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ നീ പോകരുത്. അറിയണം, പഠിക്കണം എന്നതാണ്. അറിയണം, നാം പഠിക്കണം കാര്യങ്ങൾ. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു യുവാവ് വന്ന് അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ചോദിക്കാണ്, സ്വർഗത്തിലേക്കെത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് സ്വീകരിക്കേണ്ടത്? അങ്ങ് പ്രവാചകന്റെ കൂടെ ഒരുപാട് കാലം ജീവിച്ച വ്യക്തിയല്ലേ? സ്വർഗത്തിലേക്കെത്താനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും എനിക്ക് ഒരു ഉപദേശം നൽകിയാലും. അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ വിഷയത്തിൽ നീ ഒരു പണ്ഡിതനാവുക എന്നാണ്. ഒന്നാമത്തത്, സ്വർഗത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച്, നരകത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഒരു ആലിമാവുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ വിഷയത്തിൽ നീ ഒരു ത്വാലിബ്, ഒരു വിദ്യാർത്ഥിയാവണം. നീ ഒരു വിദ്യാർത്ഥിയാവണം. അതിനും കഴിയുന്നില്ലെങ്കിൽ ഒരു ശ്രോതാവെങ്കിലും നീ ആവണം. അവിടെ പോയി കേൾക്കുന്ന ഒരാളെങ്കിലും ആവണം. ഇത് മൂന്നും ഇല്ലാത്ത 4-ാമത്തെ ഒരവസ്ഥ നിന്റെ ജീവിതത്തിൽ വന്നാൽ നീ നശിച്ചു എന്നാണ്. നീ നശിച്ചു എന്നുള്ളതാണ്, അല്ലേ? അതുകൊണ്ട് പഠിക്കാനാണ് ഈ ആയത്തും അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾ ചോദിച്ച് പഠിക്കണം, ചോദിച്ച് പഠിക്കണം, ഇൽമ് നേടിയെടുക്കണം. നിങ്ങൾ സംശയമുണ്ടാക്കിയാലും സംശയമുണ്ടാവാത്തതാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ. ആരൊക്കെ എന്തൊക്കെ സംശയം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും
എന്തില്ല? ഒരു സംശയവുമില്ല. അള്ളയും റസൂലും പറഞ്ഞ കാര്യത്തിൽ നമ്മളിങ്ങനെ കുറേ കേൾക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ അതിപ്പോ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ ഇത് പ്രശ്നം തന്നെയല്ലേ? എന്താ അള്ളാഹ് പറഞ്ഞത്? വിശ്വാസികളെ കുറിച്ച് ഖുർആനിലൂടെ വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വിഷയം എന്താ? ഒരു സംശയവുമില്ലാത്തവരാണ്. അള്ളാഹ് പറഞ്ഞില്ലേ, ثم لم يرتابوا إنما المؤمنون, തീർച്ചയായും വിശ്വാസികൾ ഇവര് മാത്രമാണ്. ആരാ? الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. സൂറത്തുൽ ഹുജറാത്തിന്റെ 15-ാമത്തെ വചനം. അല്ലാഹുവിലും പ്രവാചകരിലും വിശ്വസിച്ചു, ثم لم يرتابوا, ഒരു സംശയവുമില്ല. അള്ളയാണ് പറഞ്ഞത്, റസൂലുള്ളയാണ് പറഞ്ഞത്. ആരൊക്കെ എന്തൊക്കെ വിധത്തിൽ സംശയം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും സംശയം ഉണ്ടാവില്ല. അത്രമാത്രം ആ വിഷയത്തെ കുറിച്ച് ഇൽമുണ്ട്, ബോധമുണ്ട്. അതാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ. സംശയം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും സംശയം ഉണ്ടാവാത്തതാണ് ഇൽമ് എന്ന് പറയുന്നത്. അങ്ങനെ തുമ്മലം യർതാബു, ഒരു സംശയവുമില്ല. വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്, സമ്പത്തും ശരീരവും റബ്ബിന്റെ മാർഗത്തിലേക്ക് അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നു. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യസന്ധന്മാർ. അവരാണ് ഈമാനിൽ സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് ചോദിക്കണം. അറിയാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ അറിയൂല എന്ന് പറയണം. എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കാൻ ആരും നിൽക്കരുത്. നിങ്ങൾക്കറിയോ, ഇമാം മാലിക് റഹിമഹുല്ലയോട് ഒരാള് 40 ചോദ്യങ്ങൾ ചോദിച്ചു. 40 ചോദ്യങ്ങൾ ചോദിച്ചാലേ 34 ചോദ്യങ്ങൾക്ക് ലാ അദ്രി എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത്. എനിക്കറിയില്ല. ഞങ്ങൾ ഇത്ര വലിയ ആലിമല്ലേ, പണ്ഡിതനല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇത്ര വലിയ ആളായിട്ട് ആളുകൾ എന്താ വിചാരിക്കുക? പറ്റൂല. നിസ്ഫുൽ ഇൽം എന്ന് പറഞ്ഞാൽ ലാ അദ്രി, അറിയാത്ത കാര്യത്തെ കുറിച്ച് അറിയൂല എന്ന് തന്നെ പറയണം. അറിയൂല എന്ന് പറയണം. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരോട് വന്ന് ചോദിക്കുക, പ്രവാചകരെ, ഒരു നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? അന്ന് ഹദീസ് ഇറങ്ങിയിട്ടില്ല ഈ വിഷയത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കറിയില്ല. ഒരിക്കൽ റസൂലുള്ളാഹി വിചാരിച്ചില്ല, ഞാനിപ്പോ റസൂലായിട്ട് ഞാനിപ്പോ എങ്ങനെ ഇപ്പൊ അത് പറഞ്ഞു കൊടുക്കാതിരിക്കുക, എന്താ ഇപ്പൊ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിച്ച? ഇല്ല, പറ്റൂല. ദീനാണ്. ആരും എന്തും വിചാരിക്കൂല. ദീനാണ്, റബ്ബിൻ്റെതാണ്. ചോദിച്ചു പഠിക്കന്നെ വേണം അറിയാത്ത കാര്യങ്ങൾ. റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ ചോദിച്ചു, ഒരു നാട്ടിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതും എനിക്കറിയൂല. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുക, ചോദിച്ചു പഠിക്കണം എന്ന്. ജിബ്രീൽ ചോദിച്ചു പഠിക്കുക അല്ലാഹുവിനോട്. ഏതാ റബ്ബേ? റബ്ബ് പറഞ്ഞു, പള്ളിയാണ്. വെറുക്കപ്പെട്ട സ്ഥലം അങ്ങാടികളാണ്. അങ്ങനെ ഹദീസ് ഇറങ്ങിയത്. ഒരു നാട്ടിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്, വെറുക്കപ്പെട്ട സ്ഥലം അങ്ങാടികളാണ് എന്നത്. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്റ്റാറ്റസിന് എന്ത് സംഭവിക്കും? ഇതൊന്നുമില്ല. ചോദിച്ചു പഠിക്കണം എന്നാണ്. ചോദിച്ചു പഠിക്കണം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അല്ലേ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പിന്നെ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കാണ് ഇവിടെ അവസാനിപ്പിക്കണം. അദ്ദേഹം പറഞ്ഞു, ഖുർആനിലെ ഏത് ആയത്ത് ഏത് സന്ദർഭത്തിൽ എവിടെ വെച്ച് ഇറങ്ങി എന്ന് എനിക്കറിയാം. അലി റളിയല്ലാഹു അൻഹു പറയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അത് അറിയാം എന്നുള്ളതിന് എനിക്ക് റബ്ബ് തന്ന ചില തൗഫീഖുകളുണ്ട്, ചില നിഅമത്തുകൾ. അതിലൊന്നാണ് വലിസാനൻ സഊല, ചോദിച്ച് പഠിക്കാനുള്ള നാവ് എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ റബ്ബ്. ചോദിച്ച് പഠിക്കാനുള്ളൊരു നാവ്.
അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് പഠിക്കാനുള്ളൊരു നാവ് എനിക്ക് എൻ്റെ റബ്ബ് തന്നിട്ടുണ്ട്. അതെന്തല്ല, ഒരു കുറവല്ല, അതൊരു യോഗ്യതയാണ് ചോദിച്ച് പഠിക്കാനുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, അൻസാറുകളായ സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാ. എന്തേ കാരണം? അവർ ഒരു ലജ്ജയുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ ചെന്ന് ചോദിച്ചു പഠിക്കും കാര്യങ്ങൾ. വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും അവരെന്ത് ചെയ്യും? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചെന്ന് നേരിട്ട് ചെന്ന് ചോദിച്ചു പഠിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ച് പഠിക്കണമെന്നതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോടും ഈ ആയത്തിലൂടെ അറിയിക്കുന്നത്. കേവലം മുശ്രിക്കുകൾക്ക് മാത്രമുള്ളതല്ല, ഓരോ ആയത്തിലും നമുക്കുമുള്ള ഉപദേശങ്ങളും ഒരുപാടുണ്ട്. അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.